ഹലോ, ഞങ്ങൾ അട്ടപ്പാടിക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ അവിടെ ഒരു മീനുണ്ട് കേട്ടോ. അട്ടപ്പാടിയിൽ വീട്ടിൽ ഒരു മീനുണ്ട്. അപ്പോൾ അതിന് തുണയൊന്നുമില്ല. കുറേ കാലമായിട്ട് ഒരു മീനുണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ചൂട്ടിയാണെങ്കിൽ ഇതാ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തുണക്കാരന് 2 മീനിനെ പോയി വാങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം പറഞ്ഞാൽ ഇത് ചെറിയ മീനും അത് കുറച്ച് വലുതുമാണ്. പിന്നെ കൂടി യോജിക്കുമെന്ന് അറിയില്ല. ഒരേ മീനാണെന്ന് ഇവൻ പറയണു. ഞാനതൊന്നും നോക്കിയില്ല. എനിക്ക് ഇവനാണെങ്കിൽ പനിയും പിടിച്ച് ജലദോഷം പിടിച്ച് ഭയങ്കര കഫക്കെട്ട്, സൗണ്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് വെയിലൊക്കെ കൊണ്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ പാലക്കാട് സിവിൽ സ്റ്റേഷനിലും കൂടി പോയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. അതായത് എൻ്റെ പേരിലൊരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി നമ്മൾ വേറൊരാൾക്ക് കൊടുത്തു. അപ്പോൾ അത് ഇനി അവരുടെ പേര് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ പേപ്പേഴ്സും റെഡിയാക്കിയിട്ടുണ്ട്. അത് RT ഓഫീസിൽ കൊണ്ടു കൊടുത്തിട്ട് വേണം പോവാൻ. അതുകൊണ്ട് ഇപ്പോൾ ഇതേ ഒരു 10-11 മണിയായി ഇപ്പോൾ സമയം. ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് മുന്നേ RT ഓഫീസിലേക്ക് എത്തിയാലേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ച് ഏതാ പാടത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുക. കുടയൊക്കെ എടുക്കാൻ മറന്നു പോയിട്ടാ. അപ്പോൾ വെയിലും കൊണ്ട് തന്നെ നടക്കാമെന്ന് വിചാരിക്കുക. സൗണ്ടൊക്കെ അടച്ച് ഇപ്പോൾ സൗണ്ടൊക്കെ കുറച്ചിങ്ങനെ വെളിയിൽ ചാടിയതാണ്. ഇവനും ചുമ മരുന്നെടുത്തില്ലല്ലോ അവിടെ വെച്ച് ഞാൻ അട്ടപ്പാടി ചുമ മരുന്നൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിലൊന്നും പോയില്ല. അപ്പം മരുന്ന് അവിടെ തന്നെ വെച്ചിട്ട് വന്നു, മറന്നുപോയി. എന്തേ? ആ മരുന്ന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല പറയണവേ. അപ്പോൾ കൃഷ്ണ തുളസി ഇതുണ്ടല്ലോ അവിടെ, പിന്നെ അത് വയ്ക്കാം. പിന്നെ തുള്ളി എടുക്കണുള്ളൂ. അത് കാണുമ്പോൾ അങ്ങനെ തോന്നുക അതിലുണ്ട്. അപ്പോൾ നേരെ ഞങ്ങൾ ഇവിടുന്ന് പൊലോക്കോടാണ് വന്ന് പാലക്കാട്ടേക്ക് കയറട്ടെട്ടാ. ഇത് അവിടുത്തെ കാര്യം കഴിഞ്ഞിട്ട് വേണം അട്ടപ്പാടിക്ക് കയറാൻ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പൊലോക്കോട്ടിൽ നിന്ന് വാങ്ങാനുണ്ടായിരുന്നു. ഇപ്പോൾ അത് വാങ്ങൽ നടക്കില്ല. വീട്ടിൽ പോയിരുന്നാൽ പിന്നെ ഓരോ സർട്ടിഫിക്കറ്റ് തിരയിലാണ് എൻ്റെ പണി. ഓരോ സർട്ടിഫിക്കറ്റും മേടിച്ചിട്ട് അവിടെയും ഇവിടെയും കൊണ്ടുവന്നിടുന്നുണ്ട്. ആവശ്യത്തിന് വേണ്ടിയിട്ട് നോക്കിയാൽ കിട്ടില്ല. അപ്പോൾ ഇപ്പം ഭാവിയിലേക്ക് ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരും എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ ഞാൻ പോയിരുന്ന് തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. വീട്ടിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ട്രെയിന് പോകണേ കാണൂല, ഇവിടെ നിന്ന് കേൾക്കുള്ളൂ കേട്ടോ സൗണ്ട്. അപ്പോൾ ഞാൻ പാലക്കാട് ആദ്യം പോവട്ടെ. ഞങ്ങൾ സിവിൽ സ്റ്റേഷനിലൊക്കെ പോയി തിരിച്ച് ഒരു ഓട്ടോയിൽ വന്നിട്ട് KSRTC സ്റ്റാൻഡിൽ വന്നു. പാലക്കാട് ഇപ്പോൾ ബസ്സിലിരുന്നിട്ട് മിൽക്കി ബാർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പുറകിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ടിലിരുന്ന് എന്താ കുഴപ്പം വെച്ചാൽ കുറേ ലേഡീസ് കയറും. എന്നിട്ട് ഇവൻ എണീപ്പിക്ക് പറയും. ജെൻസിൻ്റെ സീറ്റിലാകുമ്പോൾ, ജെൻസ് മീൻസ് മറ്റു പൊതുവായിട്ടുള്ള സീറ്റിലാകുമ്പോൾ അവരൊന്നും അങ്ങനെ പറയില്ല. നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കണതല്ലേ. ലേഡീസ് എങ്ങനെ ഇതാക്കിയാലും അവർ വെറുതെ ഒച്ചയും വിളിയും കൂട്ടും. എനിക്കാണെങ്കിൽ സൗണ്ട് അവൻ്റെ ഒപ്പം എത്തുമില്ല. അപ്പോൾ ഞങ്ങൾ പുറകിൽ വന്നിരുന്നിട്ട് മിഠായിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ തണുത്ത വെള്ളവും വാങ്ങിയിട്ടുണ്ട്. ചുമയും ജലദോഷമൊക്കെ ആണ്, എന്നാലും തണുത്ത വെള്ളം ഇരിക്കട്ടെ എന്നിട്ട് വാങ്ങി. അപ്പം ഇനി നേരെ മണ്ണാർക്കാട്ടേക്ക്. പാലക്കാട് ടൗണിലെ ഊരാകുടുക്കാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. സമയം എത്രയും 1:30 ആവാറായി. 1:30 അല്ലേ? അപ്പോൾ നമ്മൾ മണ്ണാർക്കാട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കയറിയതല്ലേ പാലക്കാട്, അവിടുത്തെ ഊരാകുടുക്കൊക്കെ കണ്ടില്ലേ. അപ്പോൾ അവിടുന്ന് കയറിയതാണ്. ഇപ്പോൾ ഇവിടെ എത്തി. ചെറുതായി ഒന്ന് മയങ്ങിയിട്ട ബസ്സിൽ. ഞാൻ ചെറുതായിട്ട് ഇത്തിരി കൂടി നന്നായി ഉറങ്ങി. അങ്ങനെ കഴിക്കാൻ ചോറൊന്നും വേണ്ട, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കയറി ഞാനൊരു അവിൽ മിൽക്ക് പറഞ്ഞിട്ടുണ്ട്, അത് വരുന്നുള്ളൂ. പിന്നെ അച്ഛൻ എപ്പോഴും പറയാറുള്ളത് ഇതേ ബർഗറാണ് കേട്ടോ. പിന്നെ അതൊരു ഐസ്ക്രീമും. വേണ്ട മതി. വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അവിൽ മിൽക്ക് വന്നിട്ടുണ്ട്. പിന്നെ മിഞ്ഞാന്ന് പോകുമ്പോൾ ഞാൻ അവിൽ മിൽക്കാണ് കഴിക്കാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞപ്പോൾ ഫ്രൂട്ട് സാലഡായിപ്പോയി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഇല്ലാത്തത് എന്താ പാത്രം മാറിയിരിക്കണേ ഇങ്ങനെയൊക്കെ വിചാരിച്ചു. ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. അവിൽ മിൽക്കാകുമ്പോൾ അതിൻ്റെ പഴമൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് നമുക്ക് തരുമല്ലോ. സൂപ്പർ ടേസ്റ്റിന് വയറും നിറയൂട്ടാ. അങ്ങനെ ഞാൻ ഈ അവിൽ മിൽക്ക് കഴിക്കണത്. എന്നാ കഴിക്കട്ടെ. ബർഗർ കുത്തി കഴിച്ചിട്ട് കണ്ടാ കഴിക്കും. അത് മുഴുവനും
ആന്നൊക്കെ പറയുന്നത്. ബാക്കി ഞാൻ കഴിക്കേണ്ടതിലും ഉണ്ടോ? എനിക്ക് വേണ്ടാട്ടോ, അതെനിക്ക് ഇഷ്ടമല്ല. അതിൻ്റെ ഉള്ളിലൊരു കൊഴുത്ത സാധനമൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊഴുപ്പുള്ളൊരു സാധനമൊക്കെ ഉണ്ട്. മയോണൈസ് ഒന്നല്ല, വേറെന്തോ പോലെ. ആ എന്താ വേറെന്തോ കളറ്. ആ ബില്ല് വന്നിട്ടുണ്ട്. ക്യാഷ് അടച്ചോ? അടച്ചോ? എത്ര അറിയാം? 180 രൂപ. അടച്ചോട്ടാ, അടച്ചോട്ടാ, അടച്ചോ? ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. അപ്പം അതെല്ലാം കഴിച്ച് ഞങ്ങൾ ബസ്സിൽ കയറാൻ വേണ്ടി നോക്കുമ്പോൾ ബസ്സിൽ ഭയങ്കര തിരക്കിട്ടാണ്. സീറ്റും ഇല്ല. പിന്നെ ചോരമൊക്കെ നിൽക്കണ്ടേന്ന് ഓർത്തപ്പോൾ അതിൽ കയറിയില്ല. അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുവാണ്. KSRTC ആണ് നിൽക്കുന്നത്. ക്ഷീണിച്ചൊരു ഇതായതാണ്. അപ്പോൾ അതിൽ കയറുന്നില്ല. അടുത്ത ബസ് വരട്ടെ. അപ്പോൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ അവിടേക്ക് തന്നെയാണ് തോന്നുന്നു. ഇന്നവിടെ ശിവരാത്രി ഉത്സവമായതുകൊണ്ട് കുറേ പേര് അങ്ങോട്ടുണ്ട്. ഉണ്ടാവും അറിയില്ല, നോക്കാം. നമ്മളിന്ന് അതുവരേക്ക് പോയില്ല. നമ്മൾ ചെമ്മണ്ണൂർ പോയി ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അതായത് ശിവരാത്രി പറമ്പിൽ പോയി ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോവാം. അപ്പം ഞാൻ ചെമ്മണ്ണൂർ എത്തിയിട്ട് കാണിക്കാം കേട്ടോ. ഈ ബസ്സിലാണ് തിരക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരുന്നത് കേട്ടോ. അവിടെ നോക്കുമ്പോൾ അവിടെ വേറെ നിറയെ പേര് അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പം എല്ലാവരും വേണ്ടില്ല എന്നും പറഞ്ഞിട്ട് ഇതിന് തന്നെ കയറി. നമ്മുടെ അച്ചുകുട്ടിക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത് എവിടെയെന്ന് അറിയാം. സീറ്റ് ഒപ്പിച്ച് കൊടുത്തതാട്ടോ. അവിടെ അച്ഛനാണ് ബോണറ്റിൽ എൻ്റെ ചുരിദാർ അതിൻ്റെ മേലെ വിരിച്ചുകൊണ്ട് അതിൻ്റെ പുറത്തിരിക്കാൻ പറഞ്ഞു. അതെ, അവന് അവിടെ ഇരുന്നു നിന്നാലും കുഴപ്പമില്ല, അങ്ങോട്ട് എത്തുമല്ലോ. അവൻ്റെ സീറ്റൊക്കെ ഒപ്പിച്ചോട്ട് നമ്മളിങ്ങനെ ബസ്സിൽ പോകുമ്പോൾ തൊട്ട് മുന്നിൽ KSRTC ഒഴിഞ്ഞു പോകണം കേട്ടോ. ഒഴിഞ്ഞു പോകണം വന്നാൽ അത്യാവശ്യം സീറ്റിംഗ് ആയിട്ട് ആളായിട്ട് പോകണം. ഞാൻ മാത്രം അതിൽ നിൽക്കണം. പിന്നെ മാത്രമല്ല വേറെ ഒരു ചേച്ചി ഇതിൻ്റെ പുറകിൽ കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചുരം ഞങ്ങൾ ഇരുന്ന് കയറുമ്പോഴാണ് അത് ആസ്വദിക്കാനും ഒക്കെ പറ്റുള്ളൂ. ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു ദിവസം ഞാൻ നിന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് കയറുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര വർഷത്തിൻ്റെ അടുത്ത് അങ്ങനെ ചിലപ്പോൾ ആദ്യമായിട്ടാണ് നിന്നിട്ട് കയറുന്നത് കേട്ടോ. തൊട്ട് മുന്നിൽ ഒരു KSRTC പോകണം. നമുക്ക് ബോധ്യമാവുന്നു. അതായത് അത് ഒഴിഞ്ഞു പോവല്ലേ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളിതാ കയറി വ്യൂ പോയിന്റിലെത്തി. പക്ഷെ മുന്നിൽ പോണ KSRTCൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് കുറേ താഴെന്ന് തുടങ്ങി ഞാൻ നോക്കാം കേട്ടോ. ഇതുവരെയൊക്കെ എനിക്ക് അതിനെ കിട്ടിയില്ല. മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ മൂഡ് കാണും, അപ്പോൾ തന്നെ നമ്മുടെ ബസ് പുറകിലാവും. പിന്നെ കുറച്ചെടുത്തുമ്പോൾ മൂഡ് കാണും, അപ്പോൾ നമ്മൾ പുറകിലാവും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചങ്ങോട്ട് അടുത്തുമ്പോൾ അടുത്തെത്തുമെന്ന് വിചാരിക്കണം. നോക്കട്ടെ. അങ്ങനെ മുക്കാലി എത്തിയപ്പോൾ KSRTCൻ്റെ ഒപ്പം നമ്മളെത്തിയിട്ടില്ല. അപ്പോൾ അത് പോയി. എന്തായാലും ചുരമൊന്നും കയറാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ വന്ന് നിൽക്കുകയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ആ ബസ് ഒഴിഞ്ഞു പോകണമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്ര നേരം അതിൻ്റെ പിന്നാലെ പിടിച്ചത്. അത് പോയി. മുക്കാലി എത്തിയപ്പോൾ എനിക്കൊരു സീറ്റ് കിട്ടിയിട്ടാണ്. അച്ഛൻ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ ചെമ്മണ്ണൂർക്ക്. നമ്മൾ അവിടെ ഇറങ്ങും. കുറച്ചും കൂടി ദൂരം വന്നപ്പോൾ ഞങ്ങൾ ഒരു സീറ്റിലായിരിക്കുന്നുണ്ടാവും. ഞാൻ മൂന്നാമത്തെ സീറ്റിലാണ് ചാടിയിരിക്കുന്നത്. സെൻട്രലിൻ്റെ അവിടെയൊക്കെ അങ്ങനെ ഇപ്പോൾ സീറ്റിൽ ഇറങ്ങിയപ്പോൾ അച്ഛനെ വിളിക്കുന്നത് ഞാനും നോക്കി. ഇനി എന്തായാലും ചെമ്മണ്ണൂർ പോയി ഇറങ്ങാം. ഞാനും അച്ഛനും കൂടി ചെമ്മണ്ണൂർ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നിറയെ തിരക്ക് കണ്ടപ്പോൾ അവിടെ അങ്ങ് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അവർ മലയ്ക്ക് പോകുമ്പോൾ ഒരു സാധനം, ഒരു മുളയുടെ സാധനം പുറത്ത് തൂക്കിയിട്ടാണ് കൊണ്ടുപോവുക. അപ്പോൾ അത് കണ്ടിട്ടില്ലല്ലോ, കാണിച്ചതാണ്. ഇതാണോ മലയ്ക്ക് പോയിട്ടുള്ളൊരു സ്വാമിയാണ് നിൽക്കുന്നത്. അവർ തിരിച്ച് വന്നിട്ട് അതൊന്നും അയച്ചു വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. പൂരപ്പറമ്പിലെ വഴിയോര കച്ചവടക്കാഴ്ചകൾ കുറച്ച് കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പറ്റിയ അതും കൂടി വാങ്ങിയിട്ട് തിരിച്ച് വിട്ടു പോകാം കേട്ടോ. അപ്പോൾ കുറച്ച് കാഴ്ചകൾ കാണിക്കാം. ക്ഷേത്രത്തിന്റെ മുൻവശത്ത് ഇന്നത്തെ ഓരോ ഭക്തജനങ്ങളും ദർശനത്തിനായി ഓരോ ഭക്തജനങ്ങളായി പാലിച്ച് ദർശനം ഏൽക്കേണ്ടതെന്ന് അറിയിക്കുന്നു. എല്ലാവരും ക്യൂ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്ന ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്
തീ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവരും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ഇത് മലയ്ക്ക് പോണ വഴിയായിരുന്നു കേട്ടോ. അതായത് വിളക്ക് കത്തിക്കാൻ വേണ്ടി പോവില്ലേ, അപ്പോൾ അവർ മേലെ കണ്ടോ, മേലെ അവിടെയാണ് വിളക്കൊക്കെ ഇന്നലെ കത്തിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, നമ്മൾ വീട്ടിൽ പോയതല്ലായിരുന്നോ. അവിടെയാണ് കത്തിച്ചിട്ടുണ്ടായി. അവിടുന്ന് തീർത്തൊക്കെ കൊണ്ട് ഇന്ന് ഒരു 11 മണിയാകുമ്പോഴേക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. കേരള സർക്കാരിന്റെ കേരള സംസ്ഥാനത്തിന്റെ 1 കോടി രൂപയുടെ ഒന്നാം സമ്മാനവുമായി ഇതാ സമ്മർ ഭാഗ്യക്കുറി നറുക്കെടുക്കുന്നു. സമ്മർ ബമ്പർ. ആ വഴി കൂടി ഇറങ്ങി വന്നതേ നമ്മളെത്തിയിരിക്കുന്നത് ഒരു പുഴയിലാട്ടോ. അപ്പോൾ വെറുതെ കടകൾ കണ്ടപ്പോൾ അത് കൂടി ഇങ്ങനെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ അങ്ങോട്ട് ആ മലയ്ക്ക് പോണ ഒരു വഴിയാണിത്. ഈ വഴിയൊക്കെ എപ്പോഴോ വെട്ടിത്തെളിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അവർക്ക് മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം നമുക്കും കയറി പോയാലോ. പക്ഷെ നടന്ന് നമ്മളൊന്നും എത്തൂല കേട്ടോ. കുറേ പേര് പുഴയിൽ കുളിക്കാനൊക്കെ ഉണ്ട്. കുളിക്കല്ല, കളിക്കാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറയാണ്, എപ്പോൾ നമ്മൾ ഇറങ്ങി വന്നില്ല, അതിൻ്റെ അപ്പുറയാണ് അമ്പലം. ഉത്സവം നടക്കുന്ന അമ്പലം ഇതാണ് കേട്ടോ. അമ്പലത്തിലൊക്കെ നല്ല തിരക്കാണ്. ഇപ്പോഴല്ല, ഇവിടെ ഇതിലേറെ തിരക്ക് വരെ ഒരു 5 മണിക്ക് ശേഷമാണ്. അച്ഛന് മാസ്ക് മതി, ഇത്രേ മാസ്ക്. അപ്പോൾ അതേ മാസ്ക് ഇട്ട് നിൽക്കണു. അപ്പോൾ തോരണ്ടാണ് അവന് വേണ്ടി വാങ്ങിച്ചത് കേട്ടാ. ചെല്ലി പിന്നെ അതേ ഇവിടെ ചട്ടിയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് മീൻകറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു ചട്ടി വാങ്ങിയിട്ടാ. ആ കുപ്പിയിലുള്ള മീനിനെ വറുക്കാട്ടച്ചോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഉത്സവപ്പറമ്പിന് ഇറങ്ങി. ഞാൻ ഉത്സവത്തിന് പറഞ്ഞിട്ട് വന്നതൊന്നുമല്ല കേട്ടോ. ഉള്ള ചിക്കനും മീനും ഒക്കെ കഴിച്ചിട്ടുണ്ട്. ഇവനും കഴിച്ചു, ഞാനും കഴിച്ചു. അപ്പോൾ എന്നെങ്കിൽ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.